മറ്റൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഒരു കത്ത് കൊടുത്താൽ 113 ബസ്സും 1 മണിക്കൂറിനുള്ളോ 24 മണിക്കൂറിനുള്ളോ തിരിച്ചു. ഞങ്ങൾക്ക് ആ പ്ലാനില്ല. കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ബാറ്ററിയാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം. ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ബസ് വാങ്ങുന്നതിൻ്റെ 70% പൈസയും ബാറ്ററിക്കാണ് ആവുന്നത്. ആ ബസ്സിൻ്റെ നല്ല കാലം മുഴുവൻ ഏകദേശം ഓടിക്കഴിഞ്ഞു. ഇനി ആ 113 ബസ് തിരിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് യാത്രയുണ്ടെന്നുള്ള പോയിൻ്റൊന്നുമില്ല. അങ്ങയുടെ ഗവൺമെൻറ് ഗതാഗത മന്ത്രി, അങ്ങയുടെ മുന്നണിയുടെ മേയറും നേതൃത്വ നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ? 2 ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു 100 പത്രത്തിലാണ് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. ന്യായമായ ആവശ്യമില്ല കോർപ്പറേഷൻ. ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ കരാർ ഇവിടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലല്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാർ പൊതുസമൂഹം ചോദിച്ചാൽ KSRTC റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്ക് ഉന്നയിക്കണം, അടുത്ത നടപടിയിലേക്ക് പോകണം. എന്തായാലും ഇത് തർക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നുമല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത്. അതിനൊന്നുമില്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു. അടുത്ത സ്റ്റെപ്പ് പിന്നെ നോക്കാം.